അല്പസമയം മുമ്പ് അധികാര കൈമാറ്റം നടത്തിയിരുന്നു. റസ്മിൻ കയ്യിലുള്ള ബാഡ്ജ്, ക്യാപ്റ്റൻ്റെ ബാഡ്ജ് ഋഷിയിലേക്ക് കൈമാറിയിരിക്കുന്നു. ഇപ്പം മുതൽ ഋഷിയാണ് ഇപ്പം ക്യാപ്റ്റൻ ഈ വീക്കിത്തെ. അപ്പോൾ ഋഷി ഇനി അടുത്ത പവർ ടീമിനെ സെലക്ട് ചെയ്യണ സെലക്ട് ചെയ്തു. നേരത്തെ ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 പേരെയാണ് സെലക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അഭിഷേകിനും റസ്മിനും ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു 6 പേരെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും വെച്ച് പറഞ്ഞിട്ടുണ്ടായി 6 പേരെ തന്നെയാണ് പവർ ടീമിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. 6 പേര് ആരെന്ന് വെച്ചാൽ റസ്മിൻ, അഭിഷേക്, നോറ, സായ്, പിന്നെ നന്ദന, അൻസിബ. ഇവരാണ് ഇപ്പോൾ പുതിയ പവർ ടീമിലേക്ക് ഋഷി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞു ഈ അംഗസംഖ്യ കുറവായത് കാരണം പവർ ടീമിൽ 6 പേര് പാടില്ല, 4 പേര് കൂടുതൽ വരാൻ പാടില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഋഷി പെട്ടെന്നൊരു ഫെയറായി. എന്നിട്ട് കുറച്ച് ആലോചിച്ച ഋഷി തന്നെ പറഞ്ഞ് ഓക്കെ 4 പേര് മതി എന്ന് പറഞ്ഞ് 2 പേരെ ഒഴിവാക്കി വിട്ട്. അത് സായി നന്ദന തന്നെയാണ് ഒഴിവായത്. അവരെ സോറി മനസ്സിലായി, സ്വയം ഒഴിവാകാൻ നല്ലതെന്ന് വെച്ചാൽ അവർ ഒഴിവായി. എന്നുവെച്ചാൽ കഴിഞ്ഞ വീക്കിലും അവർ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം വരാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ വെച്ചാൽ അൻസിബയും അഭിഷേകും നോറയൊന്നും കയറിയിട്ടില്ല. റസ്മി മാത്രമുള്ള പവർ ടീമിൽ കയറിക്കണം. അപ്പോൾ അവർക്ക് ചാൻസ് കൊടുക്കാൻ വേണ്ടി അവർ തന്നെ സ്വയം ഒഴിവായി. അപ്പോൾ ഇപ്പോൾ പുതിയ പവർ ടീം എന്ന് വെച്ചാൽ അൻസിബ, അഭിഷേക്, നോറ, റസ്മി 4 പേരാണ് പുതിയ പവർ ടീമായി വന്നിരിക്കുന്നത്. ഋഷിയുടെ നേതൃത്വത്തിൽ വന്ന പുതിയ പവർ ടീം. പിന്നെ ടീം ടീം നെസ്റ്റ്, ഡെന്നി, ടണലി അവരെ നിയമിച്ചിട്ടുണ്ട്. ടീം ഡെന്നിലുള്ളത് ശ്രീതു, അർജുൻ, ജിൻജോ. ഈ 3 പേരാണ് ടീം ഡെന്നിനുള്ളത്. വെച്ചാൽ ടീം നല്ല ടീം തന്നെ ആയിരിക്കും. അർജുനും ശ്രീതുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടെടുത്ത് അവരുടെ കെമിസ്ട്രിയും അവരുടെ കാര്യങ്ങളൊക്കെ നന്നായി പൊക്കോളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ടീം നെസ്റ്റിൻ, ജാസ്മിൻ, ശ്രീരേഖ, സിജോ. ഈ 3 പേരാണ് ടീം നെസ്റ്റിന്. ഈ ടീമിൽ എന്തായാലും പൊട്ടിത്തെറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ജാസ്മിന് ശ്രീരേഖയും അധികം ഇതിലല്ല, പിന്നെ സിജോയായിട്ടും ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അതൊക്കെ മുൻകൂടി കണ്ടിട്ടാണ് ഋഷിയിലൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ടീം ടണലിൽ വരുമ്പോൾ നന്ദന, ശരണ്യ, അപ്സര, സായി ഈ 4 പേരാണ് വന്നിരിക്കുന്നത്. അതിൽ സായിയാണ് ആ ടീമിൻ്റെ ക്യാപ്റ്റന്. അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പോൾ പുതിയ ടീമുകൾ, ഇപ്പോൾ പുതിയ 4 ടീമുകൾ. ഇനി ഈ വീക്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് അറിയണം. എന്ന് വെച്ചാൽ പുതിയ ഗസ്റ്റ് വരണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാലട്ടൻ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ സീസണിലും ഈ സെയിം തന്നെയാണ് ഹോട്ടൽ ടാസ്ക് ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഗസ്റ്റായിട്ട് വന്ന ആൾക്കാരായിരുന്നു റോബിനും പിന്നെ രജിത് സാറ്, അയാളൊക്കെ ഗസ്റ്റാണ്. അപ്പോൾ ഈ വീക്കിലും ഇന്നത്തെ ഇതിലും വരുന്നതാണ്. ആരെ നമുക്ക് അറിയത്തില്ല, നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ പുതിയ വീഡിയോസ് വരുന്നതാണ്. ഓക്കെ.